ഹലോ എവരിബഡി, ഞാനിന്ന് ഒരു മധുരപ്പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വിഷുവൊക്കെ ആയതുകൊണ്ട് ഏത്തപ്പഴ പച്ചടിയാണ്. ഇത് ഏത്തപ്പഴം ചെറുതായിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഏകദേശം ഒരു കപ്പ് തേങ്ങയുണ്ട്. തേങ്ങയിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ജീരകമുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ജീരകവും ഇതും കൂടെ അരച്ചിട്ട് പിന്നെ നല്ലപോലെ അരഞ്ഞു വരുമ്പം ഇതിട്ടൊന്ന് കടുക് ഇട്ടൊന്ന് ചതയ്ക്കത്തേ ഉള്ളൂ. കടുക് പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇത് ഉലുവാപ്പൊടിയാണ്, പഞ്ചസാര, ഉപ്പ്, 1 കപ്പ് തൈര് നമ്മൾ നോക്കിയിട്ടേ നമുക്ക് എത്ര വേണമെന്നുള്ളത് തീർച്ചയറിയത്തുള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് ഇറക്കാൻ കടുക്, ഉലുവ, വറ്റൽമുളക്, 2 തണ്ട് കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ഏത്തപ്പഴവും ഇതും കൂടെ നമുക്ക് വേവിക്കാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിലോട്ട് ഈ ഏത്തപ്പഴവും പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം, ഇത് ഏകദേശം വെന്ത് വരാനുള്ള വെള്ളം, ഇത്രയും വെള്ളം മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് 2 എണ്ണം, അതുകൊണ്ട് ഇത്രയും മതി. ഇത്രയും മുളക് പൊടിയും കൂടെ ഇടുക. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ നമുക്ക് ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നല്ലപോലെ പഴമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പഴമെല്ലാം ഒന്ന് ഉടയ്ക്കണം. വെറുതെ ഇങ്ങനെ തവിയിട്ടൊന്ന് ഇതാക്കിയാൽ മതി. അപ്പം ഉടയും. നല്ല വെന്ത പഴമാണിത്. എപ്പോഴും ഇത് ഉണ്ടാക്കാൻ നേരം ഒരുപാട് പഴുത്തത് പഴം എടുക്കരുത്, നല്ല പാകത്തിന് പഴുത്തതാകണം. ഇത് നല്ലപോലെ വെന്തു. ഞാൻ ഉടയ്ക്കാവുന്ന പോലെ എല്ലാം ഉടച്ചിട്ടുമുണ്ട്. ഇനിയും കുറച്ച് കഷ്ണങ്ങൾ കൂടെ അവിടെ. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പിട്ടു. എന്നിട്ട് നമ്മുടെ അരച്ചു വെച്ചിരുന്ന അരപ്പ്, ഈ കടുക് കണ്ടോ, കടുക് അത്ര അരഞ്ഞിട്ടില്ല, ചതച്ച കടുക് എടുക്കുന്ന നമ്മൾ പച്ചടിക്കപ്പോഴും. നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്തു. അരപ്പ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അരപ്പ് കഴുകിയ വെള്ളം അതുകൂടെ ചേർക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് വേഗട്ടെ. ഈ സമയം നമ്മൾ കുറച്ച് മധുരമുണ്ട് എങ്കിലും ഇത് നമ്മുടെ ഒരു മധുരക്കൂട്ടാനായതുകൊണ്ട് ഈ സ്പൂണിനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ട് കഴിഞ്ഞേച്ച് നമ്മളൊരു ഇത്ര ഉലുവാപ്പൊടി എടുത്താൽ മതി.
ഉലുവാപ്പൊടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടും. നമുക്ക് തൈര് ഒഴിക്കുന്ന ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചേച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും. ആ സമയത്ത് ഇതിൻ്റെ ഉപ്പും പൊടിയൊക്കെ നമുക്കൊന്ന് നോക്കണം. തൈര് ഒഴിക്കട്ടെ. ഞാനിതിപ്പം പതുക്കെ ഒന്ന് ഓഫ് ചെയ്യുക. നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം തൈര് ചേർക്കാൻ. അധികം പുളിയില്ലാത്തത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചൂടൊക്കെ കാരണം ചിലപ്പോൾ തൈരൊക്കെ വേഗം പുളിക്കും. ഇതൊന്ന് നല്ലപോലെ മിക്സായിട്ട് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പോ പഞ്ചസാരയോ തൈരോ ഒക്കെ ചേർക്കാൻ. ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പം ഞാനൊരു വലിയ സ്പൂൺ പഞ്ചസാരയും കൂടെ അത് ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പം കടു വറുക്കാൻ പോവുക. കടു കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുകിട്ട് കടുകും ഉള്ളിയും വറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം കടുവറുത്തതിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പച്ചടി റെഡിയായിരിക്കും. അപ്പോൾ ഈ പച്ചടി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കി. എപ്പോഴും പഴം സെലക്ട് ചെയ്യുമ്പോഴേ ഇതുപോലെ പഴുത്ത പഴമേ ആകാവുള്ളൂ. ഇതിന് കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിക്ക് ഇത്രയും ടേസ്റ്റ് വരത്തില്ല. ഇത്തരമാണെങ്കിലേ നമുക്ക് ഒന്ന് വേവിച്ച് ഉടച്ചൊക്കെ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. മറ്റേ ബ്ലിങ്ങെന്നായി പോകും. അപ്പം എല്ലാവരും ഈ വിഷുവിന് ഈ പച്ചടി ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കണ്ടോ, ഒരു 5 മിനിറ്റേ ആകെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കമൻറ്റുകളൊക്കെ തരിക. എല്ലാവരും ഇത് കണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.